Radio Lime News Update. Brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ലണ്ടനിൽ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന യുണൈറ്റഡ് കിങ്ഡം റാലിയിൽ 1,00,000-ലധികം ആളുകൾ പങ്കെടുത്തതും തുടർ സംഭവങ്ങളും UK-യിലേക്ക് കുടിയേറിയ മലയാളികൾക്ക് കടുത്ത ആശങ്കയാണ് ഉളവാക്കിയിരിക്കുന്നത്. വലതുപക്ഷ നേതാവ് റോമി റോബിൻസൺ നേതൃത്വം നൽകിയ ഈ പ്രതിഷേധം ആദ്യം പൊതുപരിപാടിയായി പ്രഖ്യാപിച്ചെങ്കിലും ഉടൻ തന്നെ കുടിയേറ്റ വിരുദ്ധ മുദ്രാവാക്യങ്ങളിലേക്കും സംഘർഷത്തിലേക്കും വഴിമാറി. പോലീസ് 1000-ലധികം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നുവെങ്കിലും കുപ്പികൾ എറിയുകയും അത് കടുത്ത സംഘർഷം ഉടലെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് കലാപ നിയന്ത്രണ വിഭാഗത്തിന് ഇടപെടേണ്ടി വന്നു. പ്രതിഷേധത്തിൽ ടെസ്ല ചീഫ് എക്സിക്യൂട്ടീവ് എലോൺ മസ്ക് വീഡിയോ സന്ദേശം നൽകി. നിയന്ത്രണമില്ലാതെ കുടിയേറ്റം ബ്രിട്ടനെ തകർക്കുകയാണെന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം എരുതിയിൽ എണ്ണയൊഴിച്ചതുപോലെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതിനിടെ വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ ഓൾഡ്ബറിയിൽ നിന്റെ നാട്ടിലേക്ക് പോ എന്ന് പറഞ്ഞ് സിഖ് യുവതിയെ ബലാത്സംഗം ചെയ്ത സംഭവവും വംശീയ അധിക്ഷേപവും കടുത്ത ആശങ്കയാണ് വിവിധ കുടിയേറ്റ സമൂഹങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ബ്രിട്ടനിലെ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ ടൈംസൈഡ് ആശുപത്രിയിൽ 2023 സെപ്റ്റംബർ 16 ശസ്ത്രക്രിയകൾക്കിടയിൽ ഡോക്ടർ നഴ്സുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാരനായി കണ്ടെത്തിയ ഡോക്ടർ സുഹൈൽ അഞ്ജുമിന് വീണ്ടും ജോലി ചെയ്യുവാൻ മെഡിക്കൽ ട്രൈബ്യൂണൽ അനുമതി നൽകി. രോഗി ജനറൽ അനസ്തേഷ്യയിൽ കഴിയുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോയെങ്കിലും മറ്റൊരു ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ പ്രവേശിച്ച് ഇത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയായിരുന്നു. ഒരു സഹപ്രവർത്തക അപ്രതീക്ഷിതമായത് കണ്ടതാണ് സംഭവം പുറം ലോകം അറിയുവാൻ കാരണമായത്. വിവരങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് 2024 ഫെബ്രുവരിയിൽ അഞ്ജുമിനെ ഹോസ്പിറ്റലിൽ പുറത്താക്കിയിരുന്നു. പിന്നീട് പാകിസ്ഥാനിലേക്ക് കുടുംബത്തോടൊപ്പം മാറി അവിടെ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം ബ്രിട്ടനിൽ തിരിച്ചെത്തി കരിയർ തുടരണമെന്ന് ട്രൈബ്യൂണലിനോട് അപേക്ഷിക്കുകയായിരുന്നു. അത് ഒരിക്കൽ മാത്രം സംഭവിച്ച ഗുരുതരമായ തെറ്റായിരുന്നുവെന്നും വളരെ ലജ്ജാകരമായ പ്രവൃത്തിയാണ് താൻ ചെയ്തതെന്നും അദ്ദേഹം മാപ്പപേക്ഷയിൽ പറഞ്ഞു. ബ്രിട്ടനിൽ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാക്കിയ കേസിൽ കോൺസ്റ്റന്റ് മാർട്ടൺ, മാർക്ക് ഗോർഡൻ എന്നീ ദമ്പതികളെ 14 വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. 2023 ജനുവരിയിൽ പുതുതായി മകൾ ജനിച്ച വിക്ടോറിയയുമായി അവർ സാമൂഹ്യ സേവന വകുപ്പിനെ അറിയിക്കാതെ 53 ദിവസം ഇംഗ്ലണ്ടിലെ വിവിധ ഭാഗങ്ങളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു. ഈ കാലയളവിൽ കുഞ്ഞിനെ തണുത്ത കാലാവസ്ഥയിൽ മാറ്റി പാർപ്പിച്ചതിനെ തുടർന്ന് ഹൈപ്പോതെർമിയ ബാധിച്ച് മരണമടഞ്ഞുവെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കുഞ്ഞിന്റെ സംരക്ഷണത്തിനോ ക്ഷേമത്തിനോ മാതാപിതാക്കൾ പരിഗണന നൽകിയില്ലെന്നും സംഭവത്തിൽ യാതൊരുവിധ പശ്ചാത്താപവും കാണിച്ചില്ലെന്നും ജഡ്ജി മാർക്ക് ലൂക്രാഫ്റ്റ് കേസി വിധി പ്രസ്താവിച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞിന്റെ മൃതദേഹം ബ്രൈറ്റണിൽ ഒരു ഷോപ്പിംഗ് ബാഗിനുള്ളിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാമത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇന്ന് UK-യിലെത്തും. സെപ്റ്റംബർ 16 മുതൽ 18 വരെ നീളുന്ന സന്ദർശനത്തിൽ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുമായിട്ടുള്ള കൂടിക്കാഴ്ചയുണ്ടാകും. വ്യാപാര സാങ്കേതിക സഹകരണ ചർച്ചകളും നടക്കും. ട്രംപ് ഭാര്യ മെലാനിയ ട്രംപിനൊപ്പം വിൻസൻ കാസിലിൽ താമസിക്കും. രാജകീയ സ്വീകരണവും ഔദ്യോഗിക പരിപാടികളും ഉണ്ടാകും. ബുധനാഴ്ച ചാൾസ് രാജാവും കാമില രാജ്ഞിയും വിൻസറിൽ ട്രംപ് ദമ്പതികളെ ഔദ്യോഗികമായി സ്വീകരിക്കും. ഇനി നാട്ടിലെ വാർത്തകൾ. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് നിർത്തിവെച്ചിരുന്ന പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനരാരംഭിക്കുന്നത് ഹൈക്കോടതി വീണ്ടും നീട്ടി. ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് ദേശീയപാത അതോറിറ്റി ഔദ്യോഗികമായി അവകാശപ്പെട്ടെങ്കിലും ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതി അറിയിച്ചാൽ മാത്രമേ ഇക്കാര്യം പരിഗണിക്കൂവെന്ന് കോടതി വ്യക്തമാക്കി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഹർജിക്കാർക്ക് അക്കാര്യം കളക്ടറെ അറിയിക്കാമെന്നും ജസ്റ്റിസുമാരായിട്ടുള്ള A. മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ V. മേനോൻ എന്നിവർ വ്യക്തമാക്കി. കേസ് വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. KP ഓലി സർക്കാരിനെ വീഴ്ത്തിയ സംഭവത്തിൽ പ്രക്ഷോഭത്തിന്റെ ഉഷ്ണകാലം കഴിഞ്ഞ് എല്ലാം ശാന്തമാകുമ്പോൾ നേപ്പാളിലെ സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും ഓഫീസ് പോലുമില്ലാതെ കഷ്ടപ്പാടിലാണ്. അക്രമങ്ങളിൽ സർക്കാർ കെട്ടിടങ്ങൾ പലതും കത്തിയമർന്നു. ഉപയോഗിക്കാനാകാത്ത വിധം അവയ്ക്ക് കേടുപാടുകൾ പറ്റി. പ്രധാന സ്ഥാപനങ്ങളും വകുപ്പുകളും ടെന്റുകൾ കെട്ടി ഓഫീസാക്കി കഴിഞ്ഞുകൂടുകയാണ്. ഇരുന്ന് ജോലി ചെയ്യുവാൻ മേശയും കസേരയുമില്ല. ജോലിയിൽ തിരിച്ചെത്തിയിട്ടും കാര്യമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. കെട്ടിടത്തിനുണ്ടായ കേടുപാടുകൾ മാത്രമല്ല പ്രശ്നം, സുപ്രധാനമായ ഫയലുകൾ, കമ്പ്യൂട്ടറുകൾ, മറ്റുപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം നശിച്ചിരിക്കും. റാപ്പർ വേടനെ ക്രിമിനലായി മുദ്രകുത്തുവാൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ്. റാപ്പർ വേടൻ എന്ന ഇരൺദാസ് മുരളിക്കെതിരെ നിരന്തരം ഉയർന്നുവരുന്ന കേസുകൾക്ക് പിന്നിൽ സ്ഥിരം കുറ്റവാളിയായി മുദ്രകുത്തുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കുടുംബം ആരോപിക്കുന്നു. ഇക്കാര്യങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യക്ക് അയച്ചു നൽകി. തുടർന്ന് കേസിന്റെ അന്വേഷണം തൃക്കാക്കര SP കൈമാറുകയായിരുന്നു. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ജേഴ്സി സ്പോൺസർമാരായി പ്രമുഖ ടയർ നിർമ്മാണ കമ്പനിയായിട്ടുള്ള അപ്പോളോ ടയർസ് 579 കോടി രൂപയ്ക്കാണ് സ്പോൺസർഷിപ്പ് കരാർ സ്വന്തമാക്കിയതെന്നാണ് വിവരം. 3 വർഷത്തേക്കാകും BCCI കരാർ. ഇക്കാലയളവിൽ 121 ദ്വിരാഷ്ട്ര മത്സരങ്ങളും 21 ICC മത്സരങ്ങളുമാണ് ഇന്ത്യക്കുള്ളത്. കരാർ പ്രകാരം ഏകദേശം 4.5 കോടി രൂപയാണ് ഓരോ മത്സരങ്ങൾക്കും കമ്പനി ചെലവാക്കുക. മുമ്പ് സ്പോൺസർമാരായ ഡ്രീം 11 ഏകദേശം 4 കോടി രൂപയാണ് ഒരു മത്സരത്തിനായി നൽകിയിരുന്നത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 120.10 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.